നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വിഷുബലത്തെയാണ് പറഞ്ഞു വരുന്നത്. അശ്വതി മുതൽ മകയിരം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുബലത്തെ പറഞ്ഞു കഴിഞ്ഞു. 27 നക്ഷത്രക്കാരുടെയും വിഷുബലം പ്രത്യേകമാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. അതോടൊപ്പം എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായിട്ടുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലത്തെ പരിശോധിക്കാം. വിഷുബലം പറയുമ്പോൾ ശൂലഷട്കാദി ഫലങ്ങളും ദേവതാഫലവും പറഞ്ഞതിന് ശേഷം ഗ്രഹചാരവശാലുള്ള സമ്പൂർണ്ണ നക്ഷത്രബലവും പറയും. ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദേവത മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഫലമാണ് ഗുണഫലമായി പറയേണ്ടത്. എന്നാൽ ശൂലഷട്കാദി ഫലങ്ങളിൽ ദോഷഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ധനനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, രോഗാപത്തുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ധനവ്യയത്തിനും സാധ്യതയുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ വർഷം മുഴുവൻ ആരാധിക്കേണ്ടതാണ്. കഴിയുന്നത്ര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക, മഹാവിഷ്ണുവിന്റെ അഷ്ടോത്തര ശതനാമാവലിയും സഹസ്രനാമവും ഒക്കെ ജപിക്കുക. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലവും കൂടി പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകും. കൂടാതെ തൊഴിൽപരമായിട്ടുള്ള നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കാനുള്ള സാഹചര്യവും ഉണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിലുകളിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം വന്നു ചേരും. വാഗ്ദാനങ്ങളുമൊക്കെ അനാവശ്യമായി നൽകാതിരിക്കുക. വാഗ്ദാനം നൽകുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ മാത്രം വാക്കുകൾ കൊടുക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾക്കൊക്കെ മുതിരാൻ പറ്റിയ കാലമല്ല എന്ന അർത്ഥം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരിൽ അതിൽ മികവ് പുലർത്താനായിട്ട് സാധിക്കുന്നതാണ്. സാമ്പത്തികമായുള്ള വിഷമതകളൊക്കെ മറികടക്കുന്നതാണ്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികളൊക്കെ ഉണ്ടാകാം. യാത്രകളൊക്കെ കൂടുതലായി വേണ്ടിവരാം. ആരോഗ്യപരമായിട്ടുള്ള വിഷമതകളും ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വിഷുവർഷത്തിൽ അതിനുള്ള ഭാഗ്യങ്ങളൊക്കെ തേടിയെത്തിയേക്കാം. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ആവശ്യമായി വരേണ്ട സാഹചര്യവും ഉണ്ടാകാം. ഭൂമി വിൽപ്പനയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ്. പൊതുവെ സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹാലോചനയൊക്കെ പുരോഗമിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉത്തമമായിട്ടുള്ള വിവാഹ ബന്ധമൊക്കെ ഈ കാലത്ത് ലഭിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വിഷുബലവും നക്ഷത്രബലവുമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.